നമസ്കാരം. കോമ്പറ്റീറ്റീവ് ട്രാക്കറിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2026 ജൂണിൽ നടക്കാനിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. വളരെ വിപുലമായ ഒരു സിലബസ് ആണ് നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ മുൻപിലുള്ളത്. പ്രത്യേകിച്ചും മലയാളം പേപ്പറിന്റെ കാര്യത്തിൽ അല്ലെ 10 മൊഡ്യൂളുകളിലായി വിപുലമായി കിടക്കുന്ന നെറ്റ് പരീക്ഷയുടെ സിലബസിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് അത്യാവശ്യം ശ്രമകരമായ ഒരു പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ മനസ്സിലാക്കി പോയാൽ ആ ഭാഗങ്ങളെ വളരെ സമഗ്രമായും സൂക്ഷ്മമായും മനസ്സിലാക്കി പോയാൽ വളരെ എളുപ്പത്തിൽ നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഓരോ സിലബസ് ഭാഗങ്ങളിലൂടെയും പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഓരോ ഇതളുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണ് എന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂൾ എല്ലാവർക്കും അറിയുന്നത് പോലെ മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭ ഘട്ടത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മൊഡ്യൂളാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കാറുള്ള പാട്ടുപ്രസ്ഥാനത്തെയും മണിപ്രവാളത്തെയും അവയിലെ പ്രധാനപ്പെട്ട കൃതികളെയും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഗാഥ, കിളിപ്പാട്ട്, പാന, വഞ്ചിപ്പാട്ട് തുടങ്ങിയ സാഹിത്യ പ്രസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസനങ്ങൾ മുതൽ ആരംഭിക്കുന്ന ഗദ്യ മാതൃകകളുടെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാകാവ്യ പ്രസ്ഥാനത്തെയും വിവിധ സാഹിത്യ കളരികളെയും പച്ചമലയാള പ്രസ്ഥാനത്തെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് വിട്ട് കളയുക സാധ്യമല്ല അല്ലെ. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഗുണകരമാകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ പൂർണ്ണമായും പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് വിട്ട് കളഞ്ഞ് നമുക്ക് ചോദ്യ പേപ്പറിനെ ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ഒരുവിധം എല്ലാ സബ് യൂണിറ്റുകളിൽ നിന്നും ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്ന് 5ഓ 6ഓ ചോദ്യം വരെ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഇതളൊന്ന്. രണ്ടാമത്തെ ഇതളിലേക്ക് വരുമ്പോൾ 20ആം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയെ പരിചയപ്പെടാനുള്ള മൊഡ്യൂളാണ്. ഏതാണ്ട് ഒരു പ്രീ റൊമാൻറ്റിക് ഘട്ടം മുതൽ ഇന്ന് മലയാള കവിത എത്തി നിൽക്കുന്ന പുതിയ കാലം വരെയുള്ള മലയാള കവിതയുടെ ചരിത്രത്തെ പരിചയപ്പെടാൻ ആവശ്യപ്പെടുന്ന ഒരു മൊഡ്യൂളാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂള്. ഇപ്പോ ARലൊക്കെ തുടങ്ങുന്ന VC ബാലകൃഷ്ണ പണിക്കരിലൊക്കെ തുടങ്ങുന്ന ഒരു ചരിത്രത്തെ നമ്മൾ ഏറ്റവും പുതിയ കാലത്ത് നമ്മുടെ അനിതാ തമ്പിയിലും വിജയലക്ഷ്മിയിലും ഒക്കെ എത്തി നിൽക്കുന്ന ആദിയിലും ഒക്കെ എത്തി നിൽക്കുന്ന വിജയരാജ മല്ലികയിലും ഒക്കെ എത്തി നിൽക്കുന്ന മലയാള കവിതയുടെ ചരിത്രത്തെ സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചേരുംപടി ചേർക്കുക ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരാറുണ്ട്. വരികൾ തന്നതിന് ശേഷം ആരുടെ വരികൾ, ഏത് കവിതയിലെ വരികൾ തുടങ്ങിയ നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെയും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു മൊഡ്യൂള് മൂന്നാമത്തെ മൊഡ്യൂളാണ് കഥാസാഹിത്യം അല്ലെ. മലയാള ചെറുകഥയുടെ ഉത്ഭവം മുതൽ, അതായത് ഈ പറയുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതിക്ക് മുൻപ് രൂപപ്പെട്ടിട്ടുള്ള ചെറുകഥാ മാതൃകകളിൽ നിന്ന് തുടങ്ങി ഏറ്റവും പുതിയ കാലത്ത് ഇപ്പൊ S ഹരീഷും ബിനോയ് തോമസും VM മൃദുലും ജിൻഷ ഗംഗയും ഒക്കെ കഥാരചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ പുതിയ കാലത്തെ രചയിതാക്കളെ വരെ പരിചയപ്പെടാൻ ആവശ്യപ്പെടുന്ന ഒരു മൊഡ്യൂളാണ്. ഈ ഭാഗത്തും സൂചിപ്പിച്ചതുപോലെ ചേരുംപടി ചേർക്കുക എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ പൊതുവിൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ നോവലിന്റെ ചരിത്രത്തെയും നമ്മൾ സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നോവലുകൾ ആരംഭിക്കുന്നത് എങ്ങനെ അല്ലെ, കഥാപാത്രങ്ങളെ ചേരുംപടി ചേർക്കുക, നോവലുകളെ കുറിച്ചുണ്ടായിട്ടുള്ള പഠനങ്ങൾ നോവലുകളെ കുറിച്ചുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, ആ നിലയ്ക്കും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂൾ തന്നെയാണ്. ദൃശ്യകലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആട്ടക്കഥയുടെ ചരിത്രം നമ്മളോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിലബസ് ആവശ്യപ്പെടുന്നുണ്ട്. ആട്ടക്കഥ കേവലമായി മനസ്സിലാക്കിയാൽ പോരാ, കഥകളിയിലെ വേഷങ്ങൾ, കഥകളി വാദ്യങ്ങൾ, കഥകളി പരിഷ്കരണ ശ്രമങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കഥകളി പഠന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആട്ടക്കഥ പഠന ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട ആട്ടക്കഥാകൃത്തുക്കളുടെ കൃതികളുമായി ബന്ധപ്പെട്ട് ഓരോ ആട്ടക്കഥകളിലെയും പദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളോട് ചോദ്യം ഉണ്ടാകാറുണ്ട്. തുള്ളലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അല്ലെ. ഓട്ടൻ തുള്ളൽ ഗണങ്ങളെ തിരിച്ചറിയുക, അതുപോലെ പറയും തുള്ളൽ ഗണത്തിൽപ്പെട്ട കൃതികളെ തിരിച്ചറിയുക, അങ്ങനെ ഓരോ തുള്ളൽ വിഭാഗത്തിലെയും കൃതികളെ തിരിച്ചറിയാൻ വരികൾ തന്നിട്ട് ഏതേത് തുള്ളൽ കൃതികളിലെ ഗ്രന്ഥമാണ് എന്നുള്ള വരികളാണ് എന്ന നിലയ്ക്ക് തിരിച്ചറിയാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മലയാള നാടകത്തിന്റെ ചരിത്രത്തെയും അപ്രകാരം തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തിരക്കഥയും സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാ ഗാനങ്ങളിൽ നിന്ന്, ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒക്കെയും സമീപകാലത്ത്
ചോദ്യങ്ങൾ ഉണ്ടായി കാണുന്നുണ്ട്. മറ്റൊരു മൊഡ്യൂള് അഞ്ചാമത്തേതാണ് നാടോടി വിജ്ഞാനീയം. ഫോക്ലോറിന്റെ നിർവചനങ്ങളിൽ തുടങ്ങി ഫോക്ലോർ സിദ്ധാന്തങ്ങളിൽ തുടങ്ങി വളരെ വിപുലമായ തരത്തിൽ ചോദ്യം ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ് നാടോടി വിജ്ഞാനീയം. ഫോക്ലോറിന് നിരവധിയായിട്ടുള്ള നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർവചനങ്ങൾ തന്നതിന് ശേഷം ആരാണ് ഈ നിർവചനം പറഞ്ഞത് എന്നുള്ള നിലയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ നിരവധിയായിട്ടുള്ള ഫോക്ലോർ സിദ്ധാന്തങ്ങളുണ്ട്. ഇപ്പൊ കെട്ടുമുറ സിദ്ധാന്തം, ഫിന്നിഷ് പദ്ധതി പോലുള്ള നിരവധി ഫോക്ലോർ സിദ്ധാന്തങ്ങളുണ്ട്. അങ്ങനെ സിദ്ധാന്തങ്ങളുടെ പേരുകൾ തന്നതിന് ശേഷം ചേരുംപടി ചേർക്കുക എന്നുള്ള നിലയിലൊക്കെ ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അനുഷ്ഠാനേതര നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പൊ ഓരോ കലാരൂപങ്ങളിലെയും പ്രത്യേക സങ്കേതങ്ങളെ എടുത്തു തന്നതിന് ശേഷം ഇത് ഏത് കലാരൂപത്തിന്റെ പ്രത്യേകതയാണ് എന്ന നിലയിൽ പൊതുവിൽ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് നാടോടി വിജ്ഞാനീയവും. മറ്റൊരു മൊഡ്യൂള് മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? മലയാള നിരൂപണം ആരംഭിക്കുന്ന ദശ മുതൽ ഏറ്റവും പുതിയ കാലത്തെ, ഇപ്പം ദലിത് സ്ത്രീ പാരിസ്ഥിതിക വിമർശനങ്ങളൊക്കെ രൂപപ്പെടുന്ന ഏറ്റവും പുതിയ കാലത്തെ നിരൂപണ രീതിയെ വരെ, നിരൂപകരെ വരെ പരിചയപ്പെടുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോ മുണ്ടശ്ശേരി, MP പോള്, സുകുമാർ അഴീക്കോട്, കുട്ടികൃഷ്ണമാരാര് തുടങ്ങിയ വിമർശകരെ സവിശേഷമായിട്ടും ഒരുപാട് പരീക്ഷകൾക്ക് എടുത്തു ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. KP അപ്പനെ കുറിച്ച് ആവർത്തിച്ച് പല ചോദ്യ പേപ്പറുകൾക്കകത്തും ചോദിച്ചു കാണുന്നുണ്ട്. നരേന്ദ്രപ്രസാദിനെ കുറിച്ച്, അല്ലെ, ആധുനിക വിമർശകരിൽ KP അപ്പനെ കുറിച്ചും നരേന്ദ്രപ്രസാദിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദ്യ പേപ്പറുകൾക്കകത്ത് ആവർത്തിച്ച് കാണുന്നുമുണ്ട്. അപ്പോ മറ്റൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് മറ്റ് സാഹിത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ചേരുംപടി ചേർക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യം കാണാറുണ്ട്. അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ ഓർഡറിൽ, കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഗണം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പറയുന്ന ഗവേഷണ ചരിത്രം, മലയാള ഗവേഷണ ചരിത്രം, ഈ ഉണ്ടായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളെ അവയുടെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെയുള്ള ചോദ്യങ്ങൾ സമീപകാല പരീക്ഷകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് ഭാഷാശാസ്ത്രവും വ്യാകരണവുമായി ബന്ധപ്പെട്ട മൊഡ്യൂള്. ഭാഷാഗോത്രങ്ങളെ, അതുപോലെ സ്വന, രൂപ, വാക്യ, അർത്ഥവിജ്ഞാനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സമീപകാല പരീക്ഷകളിൽ പരിസ്ഥിതി ഭാഷാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായി കാണുന്നുമുണ്ട്. ഈ വ്യാകരണപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതലായി സന്ധിയുമായി ബന്ധപ്പെട്ട്, ക്രിയയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിനയച്ചം, അല്ലെ, 2025 ഏറ്റവും ഒടുവിലായി നടന്ന പരീക്ഷയിൽ ചോദിച്ചത് വിനയച്ചം എന്നുള്ള ഭാഗത്ത് നിന്ന് മാത്രം 3ഓ 4ഓ ചോദ്യങ്ങൾ ഒരു പരീക്ഷയിൽ തന്നെ ചോദിച്ചിരുന്നു. അപ്പോ ആ ഒരു ഭാഗം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ചോദ്യ പേപ്പർ തെളിയിക്കുന്നത്. ഈ പറയുന്ന തദ്ധിതങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രകാരങ്ങളുമായി ബന്ധപ്പെട്ട്, അനുപ്രയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. സന്ധി കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഈ സന്ധി കാര്യങ്ങളിൽ നിന്ന് കേരള പാണിനീയത്തിലെയും ലീലാതിലകത്തിലെയും സന്ധി കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെയും ഉണ്ടാകാറുണ്ട്. സാഹിത്യ സിദ്ധാന്തങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ദ്രാവിഡ കാവ്യ ശാസ്ത്രത്തിൽ നിന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഭാരതീയ കാവ്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. കേരള സംസ്കാരമാണ് നമ്മുടെ ഒടുവിലത്തെ ഇതൾ, അല്ലെ? കേരള സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഈ ചരിത്ര സംഭവങ്ങളെ കൃത്യമായി വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെ? അതുകൂടാതെ ഈ പറയുന്ന പ്രാചീന കാലത്തെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചും ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും സംഘകാല ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് പൊതുവിൽ ചോദിക്കാറുണ്ട്. കലകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. മതങ്ങളുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അച്ചടിയുമായും മാധ്യമ സംസ്കാരവുമായും പത്ര മാസികകളുമായും ബന്ധപ്പെട്ട ചോദ്യമൊക്കെയും നമ്മുടെ പരീക്ഷയുടെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ സിലബസിനെ പൂർണ്ണമായും സ്പർശിക്കാനുള്ള ഒരു ശ്രമം പൊതുവിൽ നമ്മുടെ പരീക്ഷകളെല്ലാം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോ ഓരോ ഭാഗത്തെയും നമ്മൾ സമീപിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നറിഞ്ഞ് ഓരോ ഭാഗത്തെയും പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ പഠനം കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകും. ആ നിലയ്ക്കുള്ള ഒരു പഠന രീതി തന്നെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയും അവലംബിക്കേണ്ടത്. അപ്പോ നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, പരീക്ഷയ്ക്ക്
ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, മറിച്ച് സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ ഇല്ലേ, നമ്മള് ഒരു ഭാഗത്ത് നിന്ന് എല്ലാ ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചു പോകുന്നതിലും നല്ലത് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി ആ ഭാഗത്തെ സമീപിക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പോ 2026 ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വളരെ മികച്ചൊരു സ്റ്റഡി പ്ലാൻ തന്നെ CCയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാനിലേക്ക് CCയുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 80 86 88 11 44 എന്നതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മാത്രമല്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. അപ്പോ നെറ്റ് പരീക്ഷയുടെ വിജയത്തിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.